നമസ്കാരം പ്രിയ പ്രേക്ഷകർക്ക് ഗൾഫ് ഫോക്കസിലേക്ക് സ്വാഗതം. ഞാൻ സുഹൈൽ മുഹമ്മദ്. വാർത്തകൾ വിശദമായി പരിശോധിക്കാം. അമേരിക്കയിലെ സ്കൂളിൽ വെടിവെപ്പിൽ 2 കുട്ടികൾ കൊല്ലപ്പെട്ടു. 20-ലധികം പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. 10 പേരുടെ നില ഗുരുതരമാണ്. മിനിയാപോളിസിലെ കാത്തലിക് സ്കൂളിലാണ് വെടിവെപ്പ് ഉണ്ടായത്. വെടിവെപ്പ് നടത്തിയ ആളും കൊല്ലപ്പെട്ടുവെന്ന് മിനിയാപോളിസ് പോലീസ് പറയുന്നു. ഭയാനകമായ വെടിവെപ്പാണ് ഉണ്ടായതെന്ന് മിനസോട്ട ഗവർണർ ടീം വാൾട്ട് പറഞ്ഞു. ആക്രമണത്തിൽ പരിക്കേറ്റവരെ പറ്റിയുള്ള വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. 24 മണിക്കൂറിനുള്ളിൽ ഇത് 2ാം തവണയാണ് മിനിയാപോളിസിലെ സ്കൂളിൽ വെടിവെപ്പുണ്ടാകുന്നത്. സൗദി അറേബ്യയിൽ തെലങ്കാന സ്വദേശിയായ യുവതി 3 മക്കളെ കൊലപ്പെടുത്തി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. അൽഖോബാറിലാണ് സംഭവം. തെലങ്കാന ഹൈദരാബാദ് ടോളി ചൌക്കി സ്വദേശി സൈദ ഹുമേറ അഹീനാണ് താമസ സ്ഥലത്ത് മക്കളെ കൊലപ്പെടുത്തിയ ശേഷം ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. 6 വയസ്സുള്ള ഇരട്ട മക്കളായ മുഹമ്മദ് സാദിഖ് അഹമ്മദ്, മുഹമ്മദ് ആദിൽ അഹമ്മദ് എന്നിവരെയും 3 വയസ്സുള്ള മുഹമ്മദ് യൂസുഫ് അഹമ്മദിനെയുമാണ് കൊലപ്പെടുത്തിയത്. ബാത്ത് ടബിൽ വെള്ളം നിറച്ച് കുട്ടികൾ അതിൽ മുക്കിക്കൊല്ലുകയായിരുന്നു എന്നാണ് വിവരം. പിന്നീട് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച യുവതി കാൽ വഴുതി വീണ് അബോധാവസ്ഥയിലാകുകയായിരുന്നു എന്നാണ് സൂചന. സന്ദർശന വിസയിലാണ് സൈദയും മക്കളും അൽഖോബാറിലെത്തിയത്. മുഹമ്മദ് ഷാനവാസാണ് ഭർത്താവ്. കുടുംബ പ്രശ്നമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് കരുതുന്നത്. സൗദി റെഡ് ക്രസന്റിലെത്തി മൃതദേഹങ്ങൾ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. യുവതി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. സാമൂഹ്യ പ്രവർത്തകൻ നാസ് വക്കത്തിന്റെ നേതൃത്വത്തിൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്. മൃതദേഹങ്ങൾ സൗദിയിൽ തന്നെ ഖബറടക്കും. ഒമാന്റെ തുറമുഖ നഗരമായ സുഹാറിനെയും UAE തലസ്ഥാനമായ അബുദാബിയും ബന്ധിപ്പിക്കുന്ന ഹഫീത്ത് റെയിൽവേ പദ്ധതിയുടെ നിർമ്മാണം അതിവേഗം പുരോഗമിക്കുന്നു. ഇരു രാജ്യങ്ങളുടെയും ഗതാഗത ലോജിസ്റ്റിക് മേഖലയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് വഴി തുറക്കുന്നതാണ് ഹഫീത്ത് റെയിൽ പദ്ധതി. ഒമാനിലെ സുഹാർ തുറമുഖം വഴി 3800-ലധികം റെയിലുകൾ എത്തിച്ചതോടെ റെയിൽവേ ലിങ്കിനായുള്ള ട്രാക്ക് ലേയിങ് ആരംഭിച്ചു. 25 മീറ്റർ നീളവും മൊത്തം 5700 മെട്രിക് ടൺ ഭാരവുമുള്ള 3800-ലധികം E260 ഗ്രേഡ് ട്രാക്കുകളാണ് എത്തിച്ചിട്ടുള്ളത്. ഹെവി ചരക്ക് യാത്രാ പ്രവർത്തനങ്ങൾക്കായി ഏറ്റവും ഉയർന്ന അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ പാലിച്ചാണ് റെയിലുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പദ്ധതി പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രപരവും പാരിസ്ഥിതികവുമായ സാഹചര്യങ്ങളിൽ ദീർഘകാല വിശ്വാസ്യത ഉറപ്പാക്കുന്നതാണ് റെയിലുകളെന്ന് അധികൃതർ അറിയിച്ചു. ഉയർന്ന കരുത്തുള്ള ക്ലിപ്പുകളും ബോൾട്ടുകളും ഉൾക്കൊള്ളുന്ന നൂതന ഫാസ്റ്റണിംഗ് സംവിധാനങ്ങളും ഇവയുടെ പ്രത്യേകതയാണ്. ട്രാക്കുകളുടെ വരവോടെ അടുത്ത ഘട്ട ഓൺ ഗ്രൗണ്ട് നിർമ്മാണത്തിലേക്ക് കടക്കാനും സാധിക്കും. അസിയാദ് ഗ്രൂപ്പ്, ഇത്തിഹാദ് റെയിൽ, മുബാദല എന്നിവ തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തത്തിന്റെ ഭാഗമായാണ് ഹഫീത്ത് റെയിൽ പദ്ധതി ഒരുങ്ങുന്നത്. ഖനനം, ഇരുമ്പ്, ഉരുക്ക്, കൃഷി, ഭക്ഷണം, റീറ്റെയിൽ, ഇ-കൊമേഴ്സ്, പെട്രോകെമിക്കൽ മേഖല തുടങ്ങി ഇരു രാജ്യങ്ങളിലെയും വിവിധ മേഖലകളുടെ വികസനത്തിന് ഹഫീത്ത് റെയിൽ സംഭാവന നൽകും. $300 കോടി ചെലവിലാണ് സംയുക്ത റെയിൽവേ ശൃംഖല യാഥാർത്ഥ്യമാകുന്നത്. 24 ഒമാൻ. ഡോക്ടർ ഷംഷീർ വയലിൽ പ്രഖ്യാപിച്ച 10 ജേണീസിന് വിജയകരമായ 3 ശസ്ത്രക്രിയകളിലൂടെ തുടക്കം. അപകടത്തിൽ കാൽ നഷ്ടമായ കോട്ടയം സ്വദേശി ഷാരോൺ ചെറിയാൻ അബുദാബിയിൽ അത്യാധുനിക കൃത്രിമക്കാൽ ഘടിപ്പിച്ചു. 10 കോടി രൂപ വിലമതിക്കുന്ന അത്യാധുനിക ശസ്ത്രക്രിയകളുടെ ആദ്യ ഗുണഭോക്താക്കളായി ഷാരോണിന് പുറമെ പലസ്തീനിൽ നിന്നുള്ള അനസും US സ്വദേശി ജോഷിയും. അബുദാബി ബുർജിൽ മെഡിക്കൽ സിറ്റിയിലാണ് വിജയകരമായ ഓസിയോ ഇന്റഗ്രേഷൻ ശസ്ത്രക്രിയകൾ പൂർത്തിയാക്കിയത്. 2013 21-ാം വയസ്സിൽ ബൈക്ക് അപകടത്തെ തുടർന്നുണ്ടായ അണുബാധയെ തുടർന്നാണ് ഷാരോൺ ചെറിയാന്റെ വലതുകാൽ മുറിച്ചു മാറ്റിയത്. പ്രതിസന്ധിയിൽ തളരാതെ അതിൽ നിന്ന് കരകയറുന്നതിനുള്ള പരിഹാരം കണ്ടെത്താനായിരുന്നു ഷാരോണിന്റെ ശ്രമം. ഇതിന്റെ ഭാഗമായാണ് 3 വർഷം മുമ്പ് ഓസിയോ ഇന്റഗ്രേഷനെ കുറിച്ച് മനസ്സിലാക്കുകയും അബുദാബിയിലെ ബുർജിൽ മെഡിക്കൽ സിറ്റിയിലെ ഓർത്തോപീഡിക് സർജൻ ഡോക്ടർ മുൻജിദ് അൽ മുദ്രിസുമായി ബന്ധപ്പെട്ടതും. പക്ഷെ താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു ചികിത്സാ ചെലവുകൾ. 3 മാസങ്ങൾക്ക് മുമ്പ് BMCയിലെ അൽമുദ്രിസ് ഓസിയോ ഇന്റഗ്രേഷൻ ക്ലിനിക്കിന്റെ ഉദ്ഘാടന വേളയിൽ 2022-ലെ സിറിയൻ ഭൂകമ്പത്തെ അതിജീവിച്ച സഹോദരങ്ങളായ ഷാമിന്റെയും ഒമറിന്റെയും അതിജീവനത്തിനുള്ള ആദരസൂചകമായി 10 പേർക്ക് സൗജന്യ ഓസിയോ ഇന്റഗ്രേഷൻ ശസ്ത്രക്രിയകൾ നൽകാനുള്ള 10 ജേണീസ് എന്ന പദ്ധതി ബുർജിൽ ഹോൾഡിംഗ് സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ ഷംഷീർ വയലിൽ പ്രഖ്യാപിച്ചതാണ് ഷാരോണിന് താങ്ങായത്. 10 ജേണീസ് ഉദ്യമത്തിന്റെ ഭാഗമായി ഷാരോൺ ചെറിയാൻ സൗജന്യ ഓസിയോ ഇന്റഗ്രേഷൻ ശസ്ത്രക്രിയയ്ക്ക് തിരഞ്ഞെടുക്കപ്പെടുകയായിരുന്നു. 10 കോടി രൂപയുടേതാണ് 10 ജേണീസ് എന്ന ഗ്ലോബൽ പ്രോസ്തെറ്റിക് പദ്ധതി. ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു റോഡ് ആക്സിഡന്റിൽ എൻ്റെ വലതുകാലിൽ നഷ്ടപ്പെട്ടു. അത് കാരണം ഞാൻ കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ ഓസിയോ ഇൻ്റഗ്രേഷനെ പറ്റിയും പ്രൊഫസർ മഞ്ജീദിനെ പറ്റിയും അറിയാൻ സാധിച്ചു. പ്രൊഫസർ മഞ്ജീദ് വഴി ഡോക്ടർ ഷംഷീർ വയലിൻ്റെ ഇനിഷ്യേറ്റീവിനെ പറ്റി അറിയുകയും ഓസിയോ ഇൻ്റഗ്രേഷൻ നടത്തുകയും ചെയ്തു. സർജറി കഴിഞ്ഞിട്ടിപ്പോൾ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. ബുർജിൽ ടീമിനും ഡോക്ടർ ഷംഷീർ വയലിനും ഡോക്ടർ മഞ്ജീദിനും ഞാൻ വളരെ താങ്ക്ഫുള്ളാണ്. ഷാരോൺ അടക്കം 3 യുവാക്കളാണ് പദ്ധതിയുടെ ആദ്യ ഗുണഭോക്താക്കളായത്. പലസ്തീനിൽ നിന്നുള്ള അനസ് ജബൈഹി, അമേരിക്കയിൽ നിന്നുള്ള ജോഷു ആർണോൾഡ് എന്നിവരും ശസ്ത്രക്രിയയ്ക്ക് വിധേയരായി. സർജറിക്ക് ശേഷം സുഖം പ്രാപിച്ചു വരുന്ന ഇരുവരും ആഴ്ചകളിൽ പ്രോസ്തെറ്റിക്സ് ഉപയോഗിച്ച് റീഹാബിലിറ്റേഷനിലേക്ക് കടക്കും.
നിലവിൽ കാറ്ററിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഷാരോണിന് ഇനിയുള്ള കാലം പരിമിതികളില്ലാതെ ജീവിക്കാനും തന്റെ കരിയർ പടുത്തുയർത്താനും സാധിക്കുമെന്നാണ് പ്രതീക്ഷ. UAE-യിൽ ജോലി അന്വേഷിക്കാനും ആഗ്രഹമുണ്ട്. ന്യൂസ് ഡെസ്ക് 24. സാമ്പത്തിക ബാധ്യതകളെ തുടർന്ന് ഖത്തറിൽ കുടുങ്ങിയ മലയാളി കേസ് അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങാൻ സഹായം തേടുന്നു. പ്രമേഹം മൂർച്ഛിച്ചതിനെ തുടർന്ന് 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടപ്പെട്ടതിന് പുറമെ കാൽ വിരലും മുറിച്ചുമാറ്റിയതിനാൽ പരസഹായമില്ലാതെ എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലാണ് അങ്കമാലി സ്വദേശിയുള്ളത്. എങ്ങനെയെങ്കിലൊന്ന് ഇന്ത്യയിലേക്ക് കയറ്റിവിടാനുള്ള പരിപാടി ചെയ്യണം. എഞ്ചിനീയറിംഗ് സാങ്കേതിക മേഖലയിൽ ഖത്തറിലെ നിരവധി പദ്ധതികൾക്ക് പിന്നിൽ പ്രവർത്തിച്ച 54-കാരനായ ബെന്നി ആലപ്പാട്ടിന്റെ ജീവിതം കഴിഞ്ഞ 1 വർഷമായി ദോഹയിലെ ഈ ഹോട്ടൽ മുറിയിലാണ്. ജോലിയിലുള്ള മികവും ആത്മാർത്ഥതയും മുതലെടുത്ത് മറ്റു പലരും സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയെങ്കിലും ജോലിയിലുണ്ടായ അപ്രതീക്ഷിതമായ ചില തിരിച്ചടികളും തുടർന്ന് ബാങ്ക് വായ്പ തിരിച്ചടക്കുന്നതിൽ സംഭവിച്ച വീഴ്ചയുമാണ് ബെന്നിയുടെ ജീവിതത്തിൽ ഇരുട്ട് വീഴ്ത്തിയത്. ജയിൽവാസത്തിന് പിന്നാലെ പ്രമേഹം മൂർച്ഛിച്ച് 2 കണ്ണുകളുടെയും കാഴ്ച നഷ്ടമായി. പിന്നാലെ ഒരു കാലിലെ വിരൽ മുറിച്ചു മാറ്റി. ഇപ്പോൾ അവർക്ക് അവരുടെ ക്ലെയിം അനുസരിച്ച് അവർ ആസ്കിങ് 284,000. അപ്പോൾ ഈ അവർ ക്ലെയിം ചെയ്യുന്ന എമൗണ്ടാണ്. ഞാൻ നെഗോഷിയേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ ഫണ്ടില്ല, അതാണ് നെഗോഷിയേറ്റ് ചെയ്തില്ല. ചെക്ക് കേസിൽ 9 മാസത്തെ ജയിൽ ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ ബെന്നിയെ കഴിഞ്ഞ 1 വർഷമായി സുഹൃത്തായ ശ്രീലങ്കൻ സ്വദേശി അയാളുടെ ഉടമസ്ഥതയിലുള്ള ഹോട്ടലിൽ താമസിപ്പിച്ചെങ്കിലും പരാശ്രയമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. ചികിത്സയുമായി ബന്ധപ്പെട്ട് ഇടയ്ക്കിടെ ഹമദ് ആശുപത്രിയിൽ പോകാനും തിരിച്ചുവരാനും ഭക്ഷണം എത്തിച്ചു നൽകാനുമൊക്കെ ലിമോസിൻ ഡ്രൈവറായ കൊല്ലം സ്വദേശി വിൽസനും ചാവക്കാട് സ്വദേശി മിഗ്ദാദും കൂടപ്പിറപ്പുകളെപ്പോലെ കൂടെയുണ്ട്. വേറെ ആരും ഒരു സഹായത്തിനില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഞാൻ കക്ഷിയുടെ കൂടെ കൂടിയതാണ്. ഇപ്പം ഞാനാണ് കക്ഷിയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും വരുന്നതും. പിന്നെ അത്യാവശ്യം കേസിൻ്റെ കാര്യത്തിന് കോടതിയിൽ പോകണമെങ്കിലും ആരെ കാണാൻ പോകണമെങ്കിലും എല്ലാം കൊണ്ടുപോകുന്നതും ഒക്കെ. ബാങ്ക് ലോണും ക്രെഡിറ്റ് കാർഡുമായി 1,15,000 റിയാലിന്റെ വായ്പയാണ് ബെന്നിയുടെ പേരിലുള്ള ബാധ്യതയെങ്കിലും ഈ തുക ഇപ്പോൾ ഇരട്ടിയിലധികമായിട്ടുണ്ട്. ബാങ്കുമായി സംസാരിച്ച ഈ തുകയിൽ മുതലെങ്കിലും തിരിച്ചടക്കാനായാൽ ബെന്നിക്ക് കേസുകൾ തീർത്ത് നാട്ടിലേക്ക് മടങ്ങാനാകും. കുടുംബത്തോടൊപ്പം നല്ല നിലയിൽ ഖത്തറിൽ താമസിച്ചിരുന്ന ബെന്നി അച്ഛന് അസുഖം മൂർച്ഛിച്ചതിനെ തുടർന്ന് ഭാര്യയെ നാട്ടിലേക്ക് അയക്കുകയായിരുന്നു. പിന്നീട് അച്ഛൻ മരിച്ചപ്പോൾ കാണാൻ കഴിയാത്തതിലുള്ള വേദനയും ഇദ്ദേഹത്തെ അലട്ടുന്നു. ബെന്നിയെ സന്ദർശിച്ച് ആവശ്യമായ നിയമസഹായം നൽകാമെന്ന് ദോഹയിലെ B2B കോർപ്പറേറ്റ് സർവീസ് ഉടമ സുബൈർ മുല്ലോളി അറിയിച്ചെങ്കിലും ബാങ്ക് വായ്പ തിരിച്ചടക്കാൻ സുമനസ്സുകളുടെ കൂടി സഹായം ആവശ്യമാണ്. അൻവർ പാലേരി, 24 ദോഹ. ദുബായിൽ 5 പുതിയ ബസ് റൂട്ടുകൾ പ്രഖ്യാപിച്ചു. വർദ്ധിച്ചു വരുന്ന യാത്രക്കാരുടെ ആവശ്യം പരിഗണിച്ചാണ് പുതിയ ബസ് റൂട്ടുകൾ ദുബായ് റോഡ്സ് ആൻഡ് ട്രാൻസ്പോർട്ട് അതോറിറ്റി പ്രഖ്യാപിച്ചത്. ഔട്ട്സോഴ്സ് സിറ്റി, സിലിക്കൺ ഒയാസിസ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിലേക്കാണ് സർവീസ്. ഓഗസ്റ്റ് 29 മുതൽ സർവീസ് ആരംഭിക്കും. ഇതോടൊപ്പം നിലവിലെ 9 റൂട്ടുകളിൽ സർവീസ് പരിഷ്കരിച്ചതായും RTA അറിയിച്ചു. മെട്രോ, ട്രാം, മറൈൻ ട്രാൻസ്പോർട്ട് തുടങ്ങിയ ഗതാഗത സംവിധാനങ്ങളുമായി പൊതു ബസ് ശൃംഖലയെ കൂടുതൽ സംയോജിപ്പിക്കാനാണ് പുതിയ മാറ്റത്തിലൂടെ RTA ലക്ഷ്യമിടുന്നത്. ശ്രീനാരായണ ഗുരു സംഘടിപ്പിച്ച സർവമത സമ്മേളനത്തിന്റെ ശതാബ്ദി ആഘോഷ പരിപാടി ദുബായിൽ നടന്നു. കേരള വനമന്ത്രി AK ശശീന്ദ്രൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ശ്രീനാരായണ ഗുരുദേവന്റെ ഏകത്വ മതദർശനം ഒരു ചരിത്ര ദൗത്യത്തിന്റെ നിർവഹണമായിരുന്നുവെന്ന് മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ദുബായ് ദേറ ക്രൗൺ പ്ലാസയിലായിരുന്നു മാനവികതയുടെ സന്ദേശം പകർന്ന പരിപാടി നടന്നത്. ശിവഗിരി മഠത്തിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗുരു ധർമ്മ പ്രചാരണ സഭ UAE-യും UAE-ലെ വിവിധ സാംസ്കാരിക ആധ്യാത്മിക സംഘടനകളും സഹകരിച്ചാണ് സമ്മേളനം സംഘടിപ്പിച്ചത്. മന്ത്രി AK ശശീന്ദ്രനായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്തത്. ശ്രീനാരായണ ഗുരുദേവന്റെ ഏകത്വ മതദർശനം ഒരു ചരിത്ര ദൗത്യത്തിന്റെ നിർവഹണമായിരുന്നുവെന്ന് AK ശശീന്ദ്രൻ പറഞ്ഞു. ശിവഗിരി മഠം പ്രസിഡന്റ് സച്ചിദാനന്ദ സ്വാമി അധ്യക്ഷനായിരുന്നു. മതങ്ങളുടെ ഏകതയും സൗഹാർദ്ദവും സമത്വവും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സമ്മേളനം. ശിവഗിരി കൾച്ചറൽ ഓർഗനൈസേഷൻ UAE-യുടെ ലോഗോ പ്രകാശനം ഇറാം ഗ്രൂപ്പ് CEO റസാഖ് മുഹമ്മദ് സ്വാമി സച്ചിദാനന്ദയ്ക്ക് നൽകി നിർവഹിച്ചു. ഗുരുദേവന്റെ മതദർശനത്തെ ആസ്പദമാക്കി ശിവഗിരി മഠം ഉപദേശക സമിതി അംഗം KG ബാബുരാജൻ, ഡോക്ടർ സുധാകരൻ എന്നിവർ പ്രഭാഷണം നടത്തി. ചാണ്ടി ഉമ്മൻ MLA, ദുബായ് പരിസ്ഥിതി ജലവകുപ്പ് മുൻ മന്ത്രി ഡോക്ടർ മുഹമ്മദ് എസ് അൽകിന്ദി, ദുബായ് പോലീസിലെ മേജർ ഒമർ മർസൂഖി, ദുബായ് ഓർത്തഡോക്സ് ചർച്ച് വികാരി ഫാദർ അജു എബ്രഹാം തുടങ്ങിയവരടക്കം സാമൂഹിക സാംസ്കാരിക രംഗത്തെ നിരവധി ആളുകൾ സമ്മേളനത്തിന്റെ ഭാഗമായി. 24 ദുബായ്.
എറണാകുളം ചൊറ്റാനിക്കര കുരീക്കാട് ഓട്ടോറിക്ഷ തൊഴിലാളിയെ വെട്ടിപ്പരിക്കേൽപ്പിച്ചു. നെൽപ്പാടം നികത്തിയത് ചോദ്യം ചെയ്തതിനാണ് സമീപവാസി വെട്ടിയത് ദിലീപ് കൊച്ചിയിലെ ആശുപത്രിയിൽ ഗുരുതര നിലയിൽ ചികിത്സയിലാണ്. ദിലീപിനെ ആക്രമിച്ച ജോയ് ഒളിവിലാണ്. അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ ചേരുന്നു. അമൽ, പരിസരവാസികൾ തമ്മിലുള്ള തർക്കം എങ്ങനെയുണ്ട്? ആരോഗ്യനില എപ്പോഴാണ് സംഭവം? ഇന്ന് ഉച്ചയ്ക്കാണ് കുരിക്കാട് റെയിൽവേ പാളത്തിന് സമീപത്ത് വെച്ച് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. സമീപവാസികൾ തമ്മിലുള്ള തർക്കമായാണ് ഈ ഒരു സംഘർഷം തുടങ്ങുന്നത്. ഇതിന്റെ ഭാഗമായിട്ട് ഈ സമീപത്തുണ്ടായിരുന്ന ഒരു നെൽവയൽ, അതായത് ജോയി എന്ന സ്വകാര്യ വ്യക്തിയുടെ പേരിലുള്ള നെൽവയൽ നികത്തുന്നതുമായി ബന്ധപ്പെട്ട് INTUC പ്രവർത്തകനും ഓട്ടോ തൊഴിലാളിയുമായിട്ടുള്ള ദിലീപ് ഇടപെടുന്നു. അപ്പോൾ ഇത് സംബന്ധമായി ഇവർക്കിടയിൽ തർക്കമുണ്ടാവുകയും ഈ തർക്കം മൂർച്ഛിക്കുകയും ജോയി ദിലീപിനെ വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. ഇയാളുടെ കഴുത്തിനും കൈകൾക്കും പരിക്കേറ്റിട്ടുണ്ട്. നെൽപ്പാടം നികത്തിയത് ചോദ്യം ചെയ്തതുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇത്തരത്തിലൊരു ആക്രമണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. മറ്റു വാർത്തകളിലേക്കാണ്. ഒമാനിലെ ദോഫാറിൽ സ്വകാര്യ സന്ദർശനത്തിനെത്തിയ ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസ അൽ ഖലീഫ മടങ്ങി. സലാലെ റോയൽ വിമാനത്താവളത്തിൽ നൽകിയ യാത്രയപ്പ് ചടങ്ങിന് സുൽത്താൻ ഹൈത്തം ബിൻ താരിഖ് നേതൃത്വം നൽകി. ശനിയാഴ്ചയാണ് ബഹ്റൈൻ രാജാവ് സലാലയിലെത്തിയത്. ഖരീഫ് സീസണിലെ സുഖകരമായ കാലാവസ്ഥ ആസ്വദിച്ചാണ് ഹമദ് രാജാവ് മടങ്ങിയത്. സലാലയിലെ ബൈത്ത് അൽ റബാത്തിൽ സുൽത്താൻ ഹൈത്തം ബിൻ താരിഖുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ഒമാനും ബഹ്റൈനും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധങ്ങൾ അവലോകനം ചെയ്തിരുന്നു. ഇരു രാജ്യങ്ങളെയും ഒന്നിപ്പിക്കുന്ന ചരിത്രപരവും സഹോദരപരവുമായ ബന്ധങ്ങളെ എടുത്തു കാണിക്കുന്നതായിരുന്നു സന്ദർശനം. മലയാളി പെൺകുട്ടികൾ കേരളക്കരയിൽ മാത്രമല്ല കടൽ കടന്നാലും ബ്യൂട്ടി കോൺഷ്യസ് ആണ്. സംശയമുണ്ടെങ്കിൽ ദാ കണ്ടു നോക്കൂ. അങ്ങ് കങ്കാരുക്കളുടെ നാട്ടിൽ നടന്ന ഒരു സൗന്ദര്യ മത്സരം. സ്വരാജ് സെബാസ്റ്റ്യൻ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ. സ്ത്രീ സൗന്ദര്യത്തിന്റെ അളവുകോൽ എന്താണ്? പെട്ടെന്ന് ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണത്. ഉത്തരം ഇത് തന്നെയായാലും ഓസ്ട്രേലിയയിൽ ആദ്യമായി സംഘടിപ്പിക്കപ്പെട്ട സൗന്ദര്യ മത്സരത്തിന്റെ വിശേഷങ്ങളിലേക്ക്. കാറ്റ് വാക്കിന്റെ വശ്യമനോഹാരിതയുമായി റാമ്പിൽ ചുവട് വച്ചത് 18 സുന്ദരിമാർ. പ്രഥമ മിസ് കേരള ഓസ്ട്രേലിയയെ തിരഞ്ഞെടുക്കാനായി പ്രശസ്ത ടെലിവിഷൻ താരം ആര്യ ബഡായി അടക്കമുള്ള വിധികർത്താക്കൾ. നാട്ടിലൊക്കെ നടത്തുന്ന നമ്മുടെ മിസ് കേരളയുടെ പേജന്റിന്റെ ആ ഒരു സെയിം എഫേർട്ടും ആ ഒരു സെയിം ക്വാളിറ്റിയും മെയിൻറ്റെയിൻ ചെയ്താണ് ചെയ്തിരിക്കുന്നത്. എവ്രിതിങ് വാസ് സോ ഗുഡ്, സോ വെൽ കൊറിയോഗ്രാഫ്ഡ്. കുറേ പേര് അതായത് ഒരു ഏജ് ബാരിയർ ഒന്നും ഇല്ലാതെ കുറേ പേര് ഇതിൽ പങ്കെടുക്കാൻ മുന്നോട്ട് വന്നിട്ടുണ്ട്. സോ അങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഇവിടെ ഇവർക്ക് വേണ്ടി സെറ്റ് ചെയ്ത് തന്നെ വലിയൊരു കാര്യം. I really appreciate it and everybody did a fabulous job. മേനിയഴകിനൊപ്പം ആത്മവിശ്വാസവും കാഴ്ചപ്പാടുകളും മാറ്റുരച്ച മത്സരത്തിൽ കിരീടം ചൂടിയത് ക്യൂൻസ്ലാൻഡിലെ സൺഷൈൻ കോസ്റ്റിൽ താമസിക്കുന്ന കോട്ടയംകാരി ജ്യോതി മാത്യു. And the contestants, everyone did such a good job. Everyone looked really amazing and everyone really stepped out of their comfort zone. And I would just like to say thank you to everyone. കിരീടം ചൂടിയതിനൊപ്പം ഒന്നാം സ്ഥാനക്കാരിക്ക് സമ്മാനമായി കിട്ടിയത് $5000. ന്യൂ സൗത്ത് വെയിൽസിൽ സ്ഥിരതാമസമാക്കിയ പെരുമ്പാവൂർ സ്വദേശിനി ഡോക്ടർ ചിത്ര ജോൺസണാണ് രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയത്. ക്യൂൻസ്ലാൻഡിൽ താമസിക്കുന്ന തൊടുപുഴക്കാരി മീനു സിജു മൂന്നാമതായി. സൺഷൈൻ കോസ്റ്റ് മലയാളി അസോസിയേഷനാണ് മിസ് കേരള ഓസ്ട്രേലിയ എന്ന പേരിൽ പ്രവാസി മലയാളികൾക്കായി സൗന്ദര്യ മത്സരം സംഘടിപ്പിച്ചത്. ക്യൂൻസ്ലാൻഡിലെ ബൊക്കാരനായിൽ സ്പോർട്സ്മാൻ പരേഡ് ഓഡിറ്റോറിയത്തിൽ നടന്ന മത്സരം ആസ്വാദകരുടെ നിറഞ്ഞ സാന്നിധ്യം കൊണ്ടും ശ്രദ്ധേയമായി. മാനദണ്ഡങ്ങൾ വെച്ച് സ്ത്രീ സൗന്ദര്യത്തെ അടയാളപ്പെടുത്താമെങ്കിലും ആത്യന്തികമായി സൗന്ദര്യം കുടികൊള്ളുന്നത് ആസ്വാദക മനസ്സുകളിലാണ് എന്നുള്ള സത്യം മറക്കാതിരിക്കാം. ഓസ്ട്രേലിയയിൽ നിന്നും സ്വരാജ് സെബാസ്റ്റ്യൻ, 24. കെൽഫോക്കസ് തുടരുന്നു. ഓസ്ട്രേലിയയിലെ സിഡ്നിയിൽ ഒരുമ മലയാളി അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു. റോസ്മെഡോവിലെ ജോൺ തെറി കാത്തലിക് കോളേജിലായിരുന്നു ഓണാഘോഷം. മലയാളി മംഗ മത്സരം, ചെണ്ടമേളം, വിവിധ കലാസാംസ്കാരിക പരിപാടികൾ, ഓണസദ്യ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടന്നു. പ്രസിഡന്റ് സാജൻ മൈക്കിൾ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. സനൂജ് ജേക്കബ്, വിപിൻ കെന്നത്ത്, ജോമോൻ ജേക്കബ്, സപ്ന തോമസ്, ജിനു മാത്യു, ലിനോ പോലോസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി.
ഓണത്തോടനുബന്ധിച്ച് ജിദ്ദയിലെ ഒരു കൂട്ടം കലാകാരന്മാർ ആവണിപ്പുലരി എന്ന പേരിൽ ഓണപ്പാട്ടുകൾ അടങ്ങിയ ആൽബം പുറത്തിറക്കി. ഓണാഘോഷങ്ങളും പ്രണയവും പ്രകൃതിയുടെ സൗന്ദര്യങ്ങളുമെല്ലാം കോർത്തിണക്കിയാണ് ആൽബം തയ്യാറാക്കിയിരിക്കുന്നത്. ജോബി തരകത്തിനാൽ ബേബി, അനിൽ ജോൺ സാം എന്നിവരുടെ വരികൾക്ക് അനിൽ ജോൺ സാം സംഗീതം നിർവഹിച്ചിരിക്കുന്നു. പ്രവാസികളാണ് അഭിനേതാക്കൾ. ജിദ്ദയിൽ നടക്കുന്ന 6ാമത് അബീർ ബ്ലൂ സ്റ്റാർ സോക്കർ ഫെസ്റ്റിൽ ജൂനിയർ ഡിവിഷനിൽ ടാലന്റ് ടീൻസ് ഫുട്ബോൾ അക്കാദമി ചാമ്പ്യന്മാർ. ഫൈനലിൽ സ്പോർട്ടിംഗ് യുണൈറ്റഡ് ജിദ്ദ ഏകപക്ഷീയമായ 2 ഗോളുകൾക്ക് തോൽപ്പിച്ചു. ബി ഡിവിഷനിലെ സെമി ഫൈനൽ മത്സരങ്ങൾ വെള്ളിയാഴ്ച നടക്കും. യാസ് FC IT സോക്കറിനെയും ഫ്രണ്ട്സ് ജിദ്ദ ന്യൂ കാസലിനെയും നേരിടും. സൂപ്പർ ലീഗിൽ കഴിഞ്ഞ ആഴ്ച നടന്ന റിയൽ കേരള സബീൻ FC മത്സരം സമനിലയിൽ പിരിഞ്ഞു. സബീൻ FCയുടെ മുഹമ്മദ് റമീഹാണ് മാൻ ഓഫ് ദി മാച്ച്. മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷനായ ഇ അഹമ്മദിന്റെ സ്മരണാർത്ഥം ജിദ്ദ KMCC സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ഇ അഹമ്മദ് സ്മാരക സൂപ്പർ സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ പോസ്റ്റർ പ്രകാശനം ചെയ്തു. സെപ്റ്റംബർ 19 മുതൽ ഒക്ടോബർ 10 വരെയാണ് മത്സരം. എല്ലാ വെള്ളിയാഴ്ചകളും ജിദ്ദ ഖാലിദ് ബിൻ വലീദ് അൽ റുസൂഖ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. ജിദ്ദയിലെ തന്നെ വിവിധ ഫുട്ബോൾ ക്ലബ്ബുകളെ കൂടാതെ ജിദ്ദയിലെ വിവിധ ജില്ലാ ടീമുകളും ടൂർണമെന്റിൽ പങ്കെടുക്കും. ജിദ്ദ KMCC ആക്ടിംഗ് പ്രസിഡന്റ് റസാഖ് മാസ്റ്റർ അധ്യക്ഷനായി. നിസാം അമ്പാട് ഉദ്ഘാടനം ചെയ്തു. OICC കുവൈറ്റ് സംഘടിപ്പിക്കുന്ന വേണുപൂർണിമ 2025 ഓഗസ്റ്റ് 28 വൈകിട്ട് 6-ന് ഷുഹൈബ് കൺവെൻഷൻ സെന്റർ റോയൽ സ്യൂട്ട് ഹോട്ടലിൽ നടക്കും. പ്രസിഡന്റ് വർഗീസ് പുതുക്കുളങ്ങരയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മികച്ച പൊതുപ്രവർത്തകനായുള്ള പ്രഥമ രാജീവ് ഗാന്ധി പുരസ്കാരം KC വേണുഗോപാൽ MPക്ക് പാണക്കാട് സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ സമ്മാനിക്കും. ചലച്ചിത്രതാരി നവ്യ നായർ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. കൂടാതെ മുൻ മന്ത്രി AP അനിൽകുമാർ, KPC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബ്ദുൽ മുത്തലിബ്, മരിയ ഉമ്മൻചാണ്ടി എന്നിവരും പങ്കെടുക്കും. നിരവധി കലാകാരന്മാർ പങ്കെടുക്കുന്ന കലാസന്ധിയും നടക്കുമെന്നും പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും സംഘാടകർ അറിയിച്ചു. വടകരയിൽ SFI DYFI പ്രവർത്തകർ ഷാഫി പറമ്പിൽ MPയെ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ ക്ലിഫ് ഹൗസ് മാർച്ചിൽ വൻ സംഘർഷം. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലും തീപ്പന്തവും വലിച്ചെറിഞ്ഞു. ജലപീരങ്കിക്ക് പിന്നാലെ പോലീസ് ലാത്തി വീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. തെരുവ് യുദ്ധത്തിനൊടുവിൽ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഷാഫി പറമ്പിൽ MPയെ വടകരയിൽ SFI DYFI പ്രവർത്തകർ തടഞ്ഞതിൽ പ്രതിഷേധം കടുപ്പിച്ച് കോൺഗ്രസ്. മന്ത്രിമാർക്കും ഇതേ നാണയത്തിലുള്ള പ്രതിഷേധം കാണേണ്ടി വരുമെന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. വടകരയിൽ ഷാഫിയും പ്രതിഷേധക്കാരും നേർക്കുനേർ വാക്കേറ്റം നടത്തുന്ന സാഹചര്യമുണ്ടായി. പോലീസ് ഏകപക്ഷീയമായി ഇടപെട്ടുവെന്ന് ചൂണ്ടിക്കാട്ടി KK രമ MLA വടകര പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്നു. വടകരയിൽ തടയാനെത്തിയ SFI DYFI പ്രവർത്തകരും ഷാഫി പറമ്പിലും നേർക്കുനേരെത്തി. തന്നെ തടയുന്നതിലെ യുക്തി മനസ്സിലാകുന്നില്ലെന്ന് ഷാഫി. സമരത്തിന്റെ പേരിൽ വന്നിട്ട് ആഭാസത്തരം കാണിക്കുകയും ചോദിക്കുകയും ചെയ്യുക. അവിടെ വന്നിട്ട് നായ പട്ടി എന്നൊക്കെ വിളിച്ചാൽ അത് കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണം. ഏത് വലിയ സമരക്കാരൻ വന്നാലും അങ്ങനെ വടകര അങ്ങാടി ആരും പേടിച്ചു പോകാനും ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ തന്നെ കാണും. ഷാഫി പറമ്പിൽ MPയെ തടഞ്ഞതിലും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ദുൽഫിഖിലിനെ ആക്രമിച്ചതിലും നടപടി ആവശ്യപ്പെട്ട് KK രമ MLA വടകര പോലീസ് സ്റ്റേഷനിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന ഉറപ്പിലാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ രാജിവെപ്പിക്കാൻ ഷാഫിയെ ആണോ തടയേണ്ടതെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ്. രാഹുൽ മാങ്കൂട്ടത്തിനെ രാജിവെക്കാൻ ഷാഫി പറമ്പിലിനെയാണോ തടയേണ്ടത്? മുഖ്യമന്ത്രി വ്യക്തമാക്കട്ടെ. മുഖ്യമന്ത്രി വ്യക്തമാക്കണം. മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ എത്ര സ്ത്രീ വീടുകളുണ്ടെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണം. ജനത്തിന്റെ സ്വാഭാവിക പ്രതികരണമാണ് വടകരയിലേതെന്ന് DYFI ജില്ലാ കമ്മിറ്റി.
ഷാഫി പറമ്പിൽ എംപിക്ക് നേരെയുള്ള പ്രതിഷേധത്തിന്റെ പശ്ചാത്തലത്തിൽ ജില്ലയിലെത്തുന്ന മന്ത്രിമാരെ തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എം ഷിബു ഫേസ്ബുക്കിൽ കുറിച്ചു. 24 കോഴിക്കോട്. തിരികെ വാർത്തകളിലേക്ക്. AI ക്യാമറ അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷത്തിന് തിരിച്ചടി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രമേശ് ചെന്നിത്തലയും നൽകിയ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. വിധി പഠിച്ച ശേഷം പ്രതികരിക്കാമെന്ന് വി ഡി സതീശനും കോൺഗ്രസ് മാപ്പ് പറയണമെന്ന് മന്ത്രി പി രാജീവും പ്രതികരിച്ചു. സേഫ് കേരള പ്രൊജക്ടിന്റെ ഭാഗമായി സംസ്ഥാനത്ത് സ്ഥാപിച്ച AI ക്യാമറ പദ്ധതിയിൽ 132 കോടിയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം. ടെൻഡർ നടപടികൾ കൃത്യമായി പാലിക്കാതെയാണ് കരാർ നൽകിയതെന്നും ആരോപണം ഉന്നയിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾ തെളിയിക്കാൻ ഹർജിക്കാർ മതിയായ രേഖകൾ ഹാജരാക്കിയില്ലെന്നാണ് ഹൈക്കോടതി നിരീക്ഷണം. ഈ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിനുള്ള അന്വേഷണം അംഗീകരിക്കാനാവില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ പ്രതികരണം ഇങ്ങനെ: ഇതുപോലത്തെ ഒരു കേസ് കൊടുത്തിട്ട് എത്ര നാളാണ് ഇത് പെൻഡിങ് ഇടുന്നത്? ഒരു താല്പര്യമില്ല, കോടതിക്ക് താല്പര്യമില്ല. എല്ലാ എവിഡൻസും കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. ഓരോ കോടതിയുടെ പ്രശ്നമല്ലേ, ഒന്നും അവസാന വാക്കല്ലല്ലോ. ഇഷ്ടമുള്ള കമ്പനിക്ക് കൊടുത്ത് ഇഷ്ടക്കാരെ വെച്ച് അത് നടത്തിയല്ലേ. വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കും മുഖത്തേറ്റ അടിയാണ് കോടതി വിധിയെന്ന മന്ത്രി പി രാജീവ്. രാഷ്ട്രീയ തർക്കങ്ങൾ തീർക്കാൻ, രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു സംവിധാനമല്ല പൊതു താല്പര്യ ഹർജി എന്ന് പ്രതിപക്ഷ നേതാവിനും മുൻ പ്രതിപക്ഷ നേതാവിനെയും കോടതി പഠിപ്പിക്കുകയാണ്. സുതാര്യമായ നടപടിക്രമങ്ങളിലൂടെയാണ് ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചതെന്നാണ് സർക്കാർ വാദം. ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചാണ് ഹർജി തള്ളിയത്. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. ജമ്മു കശ്മീരിലെ വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിൽ 30 പേർ മരിച്ചു. നിരവധി പേർക്ക് പരിക്കേറ്റു. നിലവിലെ സ്ഥിതികൾ പ്രധാനമന്ത്രി ധരിപ്പിച്ചുവെന്ന് മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള പറഞ്ഞു. പഞ്ചാബിലും ഹിമാചലിലും മഴക്കെടുതി രൂക്ഷമാണ്. പഞ്ചാബിൽ കുടുങ്ങിക്കിടന്ന് 25 പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പുള്ളത്. വൈഷ്ണോദേവി ക്ഷേത്രത്തിന് സമീപമുണ്ടായ മണ്ണിടിച്ചിലിൽ ഇപ്പോഴും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ശക്തമായ മഴയിൽ ജമ്മുവിലെ താവി പാലത്തിന് സമീപമുള്ള റോഡ് ഒലിച്ചുപോയി. നിരവധി വീടുകളും പാലങ്ങളും തകർന്നു. കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ സഹായവും നൽകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകിയതായി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി. പഞ്ചാബിൽ ഫിറോസ്പൂർ, കപൂർത്തല ജില്ലകളിലാണ് രൂക്ഷമായ മഴക്കെടുതി. പഞ്ചാബിലെ മധോപൂരിൽ കുടുങ്ങിക്കിടന്ന 22 CRPF ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെ രക്ഷപ്പെടുത്തി. കുടുങ്ങിക്കിടന്നവരെ സുരക്ഷിതയിടങ്ങളിലേക്ക് മാറ്റിയതിന് തൊട്ടു പിന്നാലെ കെട്ടിടം നിലം പതിച്ചു. ശക്തമായ മഴയിൽ ഹിമാചലിലെ ബിയാസ് നദി കരകവിഞ്ഞൊഴുകി. മോശം കാലാവസ്ഥയെ തുടർന്ന് ലേയിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതായി എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. പഞ്ചാബിലും ഡൽഹിയിലും ഓറഞ്ച് അലർട്ട് തുടരുന്നു. വിനീത VG, 24 ഡൽഹി. ബീഹാറിൽ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ടർ അധികാര യാത്രയുടെ ഭാഗമായി തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വോട്ട് കൊള്ള രാഹുൽ തുറന്നുകാട്ടിയെന്ന് MK സ്റ്റാലിൻ പറഞ്ഞു. സെപ്റ്റംബർ 1 വോട്ടർ അധികാര യാത്രയിൽ പങ്കെടുക്കുമെന്ന് CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. BJPക്ക് സ്വാധീനമുള്ള ദർഭംഗ ജില്ലയിൽ നിന്നായിരുന്നു ഇന്ന് യാത്ര. MK സ്റ്റാലിനൊപ്പം പ്രിയങ്ക ഗാന്ധി, കനിമൊഴി MP, തേജസ്വി യാദവ് തുടങ്ങിയവർ യാത്രയിൽ അണിചേർന്നു. BJP തെരഞ്ഞെടുപ്പിനെ തമാശയാക്കി മാറ്റിയെന്ന് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ. பாஜக தேர்தலை எப்படி கேலிக்கூத்தாக்கிடுச்சுன்னு ராகுல் காந்தி வெளிச்சம் போட்டு காட்டிட்டார். அந்த ஆத்திரத்துல பாஜக அவர் மேல பாயறாங்க. ഗുജറാത്തിൽ ആരുമറിയാത്ത 10 രാഷ്ട്രീയ പാർട്ടികൾ 4300 കോടി രൂപ തെരഞ്ഞെടുപ്പ് ഫണ്ടായി സ്വീകരിച്ചുവെന്നും ഇതിനെക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് അറിവുണ്ടോയെന്നും രാഹുൽ ഗാന്ധി ചോദിച്ചു. ബീഹാറിൽ പോയിട്ട് സ്റ്റാലിൻ ഹിന്ദിയിലാണോ പ്രസംഗിക്കുക എന്നായിരുന്നു കേന്ദ്രമന്ത്രി എൽ മുരുകന്റെ പ്രതികരണം. അതേസമയം വോട്ടർ അധികാര യാത്രയിൽ പങ്കെടുക്കുമെന്ന് CPIM വ്യക്തമാക്കി. പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങൾ അതിൽ ഇപ്പം ഇടയ്ക്ക് പങ്കെടുക്കുന്നുണ്ട്. സെപ്റ്റംബർ 1 പരിപാടിയിൽ CPIMന്റെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്. 24 ഡൽഹി. ഗൾഫ് ഫോക്കസ് പൂർണ്ണമാകുന്നു. നന്ദി, ശുഭരാത്രി.